വംശഹത്യയും അധിനിവേശവും ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്താതെ തുടരുകയാണ്. ഹമാസുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെറും 10 ദിവസത്തിനിടെ തന്നെ 80 തവണ വെടിനിർത്തൽ ലംഘിച്ചതായി ഗാസ അധികൃതർ ആരോപിച്ചു. ഈ ആക്രമണങ്ങളിൽ 97 പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ഏകദേശം 250 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാത്രം നടന്ന ആക്രമണത്തിൽ 40 പേരുടെ ജീവന് നഷ്ടപ്പെട്ടു. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടക്കുന്ന ഈ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ 68,000-ലധികം പാലസ്തീൻ പൗരന്മാരാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 1.5 ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയുടെ മണ്ണിൽ 1.5 ലക്ഷം ടൺ സ്ഫോടക വസ്തുക്കൾ പൊഴിച്ചതോടെ ജീവിതം തന്നെ മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് അവിടെ. മാനവരാശിയുടെ ചരിത്രത്തിൽ ഇത്രയധികം നിരപരാധികളെ ഒരുമിച്ച് കൊന്നൊടുക്കിയ ഉദാഹരണമില്ലെന്നത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാനവികതയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഈ കൂട്ടക്കൊലകൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമായതോടെ ഇസ്രായേൽ ഭരണകൂടം അന്താരാഷ്ട്രമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ കെയ്റോയിൽ വെച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്ന ഘട്ടത്തിൽ പോലും ഇസ്രായേൽ ആക്രമണം ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിന്റെ പഴയ ശീലമാണെന്നതുകൊണ്ട് ഇക്കുറിയെങ്കിലും സമാധാന ശ്രമങ്ങൾ വിജയിക്കുമെന്ന ആവശ്യമുയർന്നിരുന്നു. ലോകമെമ്പാടുമുള്ള സമാധാന ശ്രമങ്ങളും ജനാധിപത്യവാദങ്ങളും ഇസ്രായേലിന്മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമാധാന നൊബേൽ സമ്മാനം സ്വന്തമാക്കണമെന്ന ആഗ്രഹം പലപ്പോഴും പ്രകടിപ്പിച്ച ട്രംപും അതിനെ പിന്തുണച്ച വൈറ്റ് ഹൗസും ഇസ്രായേലിന്റെ അമാനുഷികത കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഗാസയിലെ കുട്ടികളും സ്ത്രീകളും അടക്കം ഒന്നും തന്നെ സുരക്ഷിതരുമല്ല. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായും 1967 മുമ്പുള്ള അതിർത്തികളോടുകൂടിയ സ്വതന്ത്ര പലസ്തീൻ രാജ്യം സ്ഥാപിക്കപ്പെടണമെന്നത് മാത്രമാണ് ഈ സംഘർഷത്തിന് ശാശ്വത പരിഹാരം. അതല്ലാതെ മറ്റ് എല്ലാ വഴികളും ഇസ്രായേലിന്റെ അധിനിവേശ പദ്ധതികൾക്ക് അടിമപ്പെടലാണ്. പാലസ്തീൻ നേതാക്കളെ ഭീകരരായി മുദ്രകുത്തി കൊന്നൊടുക്കുകയും തടവിലാക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ സമാധാന ചർച്ചകൾക്ക് അവസരം നിഷേധിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേൽ പക്ഷം ചേർന്ന് നിൽക്കുന്നതിനാൽ പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ പ്രഹസനമായി മാറിയിരിക്കുകയാണ്. അതേസമയം ലോകമെമ്പാടുമുള്ള ജനവികാരം പലസ്തീൻ ജനതയ്ക്ക് ഒപ്പവുമാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ അണിചേരുന്നത് പ്രത്യാശാജനകവുമാണ്. ദശകങ്ങളായി നീണ്ടുനിൽക്കുന്ന യുദ്ധവും നിരന്തരമായ ആക്രമണങ്ങളും മൂലം ഗാസ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. അതിനെ വീണ്ടും വാസയോഗ്യമാക്കാൻ $5,320 കോടി ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകബാങ്കും ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യ സേവനങ്ങളും പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി $2,000 കോടി ആവശ്യമാണ്. മനുഷ്യാവകാശങ്ങൾ കാക്കാനും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനുമായി ലോകം ധൈര്യത്തോടെ മുന്നോട്ട് വരേണ്ട സമയമാണിത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.